പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. 2020 നവംബർ 21 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ജനറൽ നോളേജ്. കറണ്ട് അഫേഴ്സ് ഏതൊരു എക്സാമിനും വളരെയധികം പ്രാധാന്യം ഉള്ളതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവിടെ ഈ വീഡിയോയും ഓരോ ദിവസവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നൽകിക്കൊണ്ട് നിങ്ങളെ സഹായിക്കുന്നു. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. വാട്ട് വിൽ ബി ദി ഇലക്ഷൻ സിംബൽ ഓഫ് കേരള കോൺഗ്രസ് എം where the High Court upheld the decision of the Election Commission of India ECI? തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനപ്രകാരം ഹൈക്കോടതി ശരിവച്ച കേരള കോൺഗ്രസിന്റെ എം തിരഞ്ഞെടുപ്പ് ചിഹ്നം ഏതായിരുന്നു? 2 leaves. ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചിഹ്നം 2 ഇലയാണെന്ന് കേരള ഹൈക്കോർട്ട് 2020 നവംബർ 20 ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനത്തെ ശരിവച്ചു. Which state has promulgated an ordinance to ban online gaming on 20 November 2020? 2020 നവംബർ 20 ഓൺലൈൻ ഗെയിമിംഗ് നിരോധിക്കുന്നതിനുള്ള ഓർഡിനൻസ് പ്രഖ്യാപിച്ച സംസ്ഥാനം? തമിഴ്നാട് ഗവർണർ ബൻവാരിലാൽ പുരോഹിത് 2020 നവംബർ 20 ഓൺലൈൻ ഗെയിമുകൾ തമിഴ്നാട്ടിൽ നിരോധിച്ചു. ഓൺലൈൻ ഗെയിം കളിക്കുന്നവരെ 5000 രൂപ പിഴയും 6 മാസ ശിക്ഷ നൽകാനുള്ള ഓർഡിനൻസാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഓൺലൈൻ ഗെയിമിംഗ് ഹൗസ് നടത്തുന്നവർക്ക് 10000 രൂപ പിഴയും 2 വർഷം തടവും ഉണ്ടായിരിക്കും. On which date the 30th Indo-Thai Coordinated Patrol is being held between the Indian Navy and Royal Thai Navy? ഇന്ത്യൻ നാവികസേനയും റോയൽ തായ് നേവിയും തമ്മിൽ 30ാമത്തെ ഇൻഡോ തായ് കോർഡിനേറ്റഡ് പെട്രോൾ നടന്ന തീയതി? 18 നവംബർ 2020. 2020 നവംബർ 18 മുതൽ 2020 നവംബർ 20 വരെ നടന്ന 30ാമത്തെ ഇൻഡോ തായ് കോർഡിനേറ്റഡ് പെട്രോൾ ഇൻ്റർനാഷണൽ മാരിടൈം ബോർഡിൽ നടന്നു. ഇത് എല്ലാ വർഷവും 2 പ്രാവശ്യം 2005 മുതൽ നടന്നു വരുന്നു. Where does India stand as per the list of the Global Bribery Risk Matrix which was released by TRACE on 19th November 2020? 2020 നവംബർ 19 ട്രേസ് പുറത്തിറക്കിയ ആഗോള കൈക്കൂലി റിസ്ക് മാട്രിക്സിൻ്റെ പട്ടിക പ്രകാരം ഇന്ത്യ എവിടെയാണ് നിലകൊള്ളുന്നത്? 78th പൊസിഷൻ. 2020 നവംബർ 19 ലിസ്റ്റ് പ്രകാരം 2019 ഇന്ത്യയുടെ സ്ഥാനം 78ാമത്തേതാണ്. ഡെൻമാർക്കാണ് ഈ ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ. അവിടെ പൂർണ്ണമായിട്ടും കൈക്കൂലി ഇല്ലാത്തൊരു രാജ്യം എന്ന് വിശേഷിപ്പിക്കാം. തൊട്ടുപുറകെ നോർവേ, ഫിൻലാൻഡ്, സ്വീഡൻ, ന്യൂസിലാൻഡ്. ഏറ്റവും താഴെ ബോട്ടം ലൈനിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോർത്ത് കൊറിയ, ടർക്ക്മെനിസ്ഥാൻ, സൗത്ത് സുഡാൻ, വെനസ്വല, എറിട്രേറിയ. ഇവിടെ കറപ്ഷൻസ് ഏറ്റവും കൂടുതൽ ഉള്ള രാജ്യങ്ങളാണ്. വാട്ട് വാസ് ദ പ്രൊജക്ട് ലോഞ്ച്ഡ് ബൈ മാസ്റ്റർ കാർഡ് ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് ഫോർ വിമൻ ഓൺട്രപ്രണേഴ്സ് ഓൺ നവംബർ 19, 2020? 2020 നവംബർ 19 വനിതാ സംരംഭകർക്കായി മാസ്റ്റർ കാർഡും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റും ആരംഭിച്ച പദ്ധതി ഏതാണ്? പ്രൊജക്റ്റ് കിറാന. ഈ പ്രോഗ്രാം പ്രകാരം വനിതാ സംരംഭകരെ വളരാനും സമാരംഭിക്കാനും അഭിവൃദ്ധി പ്രാപിക്കാനും സഹായിക്കും. ഇത് ആരംഭിച്ചിട്ടുള്ളത് കാൺപൂർ, ലക്നൗ, വാരണാസിയിലാണ്. Prime Minister Narendra Modi launched RuPay Card Phase 2 that will allow citizens of which country to access the RuPay network in India? ഏത് രാജ്യത്തെ പൗരന്മാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോഞ്ച് ചെയ്ത റൂപേ കാർഡ് ഘട്ടം 2 ഇന്ത്യയിലെ റൂപേ നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാൻ അനുവദിക്കും? ഭൂട്ടാനിലെ പൗരന്മാർക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോഞ്ച് ചെയ്ത റൂപേ കാർഡ് ഘട്ടം 2 ഇന്ത്യയിലെ
റൂപേ നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാനുള്ള അനുവാദം നൽകുന്നത്. In which naval exercise USS Nimitz CVN-68, a super carrier and one of the largest warship in the world, involved with India in November 2020. 2020 നവംബറിൽ ഏത് നാവിക പരിശീലനത്തിലാണ് USS നിമിറ്റ്സ്, ഒരു സൂപ്പർ കാരിയറും ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ, ഇന്ത്യയുമായി ബന്ധപ്പെട്ടത്? മലബാർ എക്സസൈസ്. 4 രാഷ്ട്രങ്ങൾ ഒരുമിച്ച് നടത്തിയ മലബാർ എക്സസൈസിലാണ് USS നിമിറ്റ്സ് എന്ന യുദ്ധക്കപ്പൽ പങ്കെടുത്തത്. ജപ്പാൻ, ഇന്ത്യ, ഓസ്ട്രേലിയ, US 4 രാജ്യങ്ങളായിരുന്നു ഇത് ആരംഭിച്ചത്. 3 നവംബറിലായിരുന്നു. Who won the Dishang 2020 ITTF Men's World Cup? ദിഷാങ് 220 ITTF പുരുഷന്മാരുടെ ലോകകപ്പ് നേടിയതാരെ? ഫാൻ സെഡോങ്. ചൈനീസ് പ്രൊഫഷണൽ ടേബിൾ ടെന്നീസ് പ്ലെയർ ആയിട്ടുള്ള ഫാൻ സെഡോങ് ആണ് ദിഷാങ് 2020 ITTF മെൻസ് വേൾഡ് കപ്പ് വിജയിച്ചത്. നമ്മളിന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തത്. ഓരോ പ്രാവശ്യം നമ്മൾ ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളിൽ നല്ല മാറ്റം വരും. നമുക്ക് ഏതൊരു എക്സാമും നന്നായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.